നമസ്കാരം. ഭക്തിയുടെ പുണ്യതീരത്തേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്നത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിവയ്ക്ക് ശേഷം വരുന്ന നാലാമത്തെയും അവസാനത്തെയും യുഗമായ കലിയുഗത്തിലാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? മഹാഭാരത യുദ്ധത്തിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ ഭൂമി ഉപേക്ഷിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്റെ പ്രിയപ്പെട്ട ഭക്തരായ ഉദ്ധവരോടും അർജുനനോടും ഈ യുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന 5 ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. ഈ പ്രവചനങ്ങൾ കേട്ടാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെയും കാരണം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വരാനിരിക്കുന്ന ഇരുണ്ട കാലത്തെക്കുറിച്ച് കൃഷ്ണൻ നൽകിയ ആ ഭീകരമായ 5 മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഈ സത്യങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? 1. സത്യം വിലയില്ലാത്തതാകും. കലിയുഗത്തിലെ ഏറ്റവും വലിയ ദുരന്തം സത്യമില്ലാതാകും എന്നതാണ്. കൃഷ്ണൻ പ്രവചിച്ചു, കലിയുഗത്തിൽ മനുഷ്യൻ സത്യസന്ധതയെയും നീതിയെയും ഉപേക്ഷിക്കും. ധനം നേടുന്നതിനായി ഭർത്താവും ഭാര്യയും തമ്മിൽ പോലും പരസ്പരം കള്ളം പറയും. സത്യം സംസാരിക്കുന്നവൻ ഭ്രാന്തനായി കണക്കാക്കപ്പെടും. ഇന്നത്തെ ലോകത്ത് സത്യം പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചെറിയ നേട്ടത്തിനു വേണ്ടി ആളുകൾ വലിയ കള്ളങ്ങൾ പറയുന്നു. വ്യാജവാർത്തകളും തെറ്റായ വിവരങ്ങളും സത്യത്തെക്കാൾ വേഗത്തിൽ പ്രചരിക്കുന്നു. കൃഷ്ണൻ ഇതിനെ വിശേഷിപ്പിച്ചത് മായയുടെ അതിപ്രസരം എന്നാണ്. പലപ്പോഴും ലാഭമില്ലാത്ത സത്യം പറയാൻ ആളുകൾ മടിക്കുന്നു. ലാഭമാണ് ഇവിടെ സത്യത്തെക്കാൾ വലുതായി മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. സത്യസന്ധമല്ലാത്ത ഒരു ബന്ധത്തിലോ തൊഴിലിലോ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവചനത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾ, ബന്ധങ്ങളിലെ കള്ളങ്ങൾ, ഇതെല്ലാം ഈ പ്രവചനത്തിന്റെ ഭാഗമാണ്. 2. പണമാണ് ഏക നിയമം. കലിയുഗത്തിൽ ധനം മാത്രമായിരിക്കും ഒരു മനുഷ്യന്റെ ഏക ഗുണം. കൃഷ്ണൻ പറഞ്ഞു, ആർക്കാണ് കൂടുതൽ പണമുള്ളത് അവൻ മാത്രമായിരിക്കും ഉന്നതനായി കണക്കാക്കപ്പെടുക. ആളുകളുടെ സ്വഭാവം, വിദ്യാഭ്യാസം എന്നിവയൊന്നും പരിഗണിക്കപ്പെടില്ല. പണമുള്ളവൻ മാത്രമായിരിക്കും നീതിമാൻ. ധനം നേടാൻ വേണ്ടി മനുഷ്യൻ സ്വന്തം ആരോഗ്യത്തെയും ധർമ്മത്തെയും മറക്കും. പാവപ്പെട്ടവൻ എത്ര സത്യസന്ധനാണെങ്കിലും അവനെ സമൂഹം തള്ളിക്കളയും. ധനികൻ എത്ര അധർമ്മം കാണിച്ചാലും അവൻ ബഹുമാനിക്കപ്പെടും. ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ സുദാമാവിനെ ആദരിച്ചത് അദ്ദേഹത്തിന്റെ ഭക്തിയെ കണ്ടിട്ടായിരുന്നു. എന്നാൽ കലിയുഗത്തിൽ കുചേരനെപ്പോലെയുള്ള ഭക്തന്റെ ഭക്തിക്ക് ധനത്തിന്റെ അത്ര മൂല്യം സമൂഹം നൽകില്ല. സമൂഹത്തിൽ ഇന്ന് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്നത്? പണത്തിന്. ഇത് കാലത്തിന്റെ നിയമമാണ്. നിങ്ങളുടെ ആന്തരിക മൂല്യങ്ങൾ പണത്തിനു വേണ്ടി നിങ്ങൾ ത്യജിക്കരുത് എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇത്. 3. ബന്ധങ്ങൾ നശിക്കും. മൂന്നാമത്തെയും ഏറ്റവും വൈകാരികവുമായ പ്രവചനം. വിശ്വസ്തതയും ബന്ധങ്ങളും ഇല്ലാതാകും. കൃഷ്ണൻ പ്രവചിച്ചു, കലിയുഗത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ക്ഷണികമായ ആകർഷണത്തിൽ മാത്രം ഒതുങ്ങും. ആയുസ്സില്ലാത്ത സ്നേഹബന്ധങ്ങൾ പെട്ടെന്ന് തകരും. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കാതെയാകും. ബന്ധങ്ങളുടെ ആയുസ്സു കുറയും. ചെറിയ കാര്യങ്ങൾക്ക് പോലും പിരിഞ്ഞുപോകും. ക്ഷമ എന്ന ഗുണം ഇല്ലാതാകും. മനുഷ്യൻ ഭൗതിക സുഖങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും വേണ്ടി കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങൾ ഇപ്പോൾ ബന്ധങ്ങളിൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായിരിക്കണമെന്നില്ല. ഈ കലിയുഗത്തിന്റെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ചുറ്റും കാണുന്ന തകർന്ന ബന്ധങ്ങളുടെയും കുടുംബങ്ങളുടെയും കാരണം ഈ പ്രവചനമാണ്. ആരും ആർക്കുവേണ്ടിയും ക്ഷമിക്കാനോ കാത്തിരിക്കാനോ തയ്യാറാവില്ല. 4. മഴയും പ്രകൃതിയും മാറും. നാലാമത്തെ ഞെട്ടിക്കുന്ന പ്രവചനം പ്രകൃതിയുടെ താളം തെറ്റും എന്നതാണ്. കൃഷ്ണൻ പറഞ്ഞു, കലിയുഗത്തിൽ മഴ ആവശ്യമുള്ളപ്പോൾ പെയ്യുകയില്ല. ആവശ്യമില്ലാത്തപ്പോൾ കനത്ത മഴയായിരിക്കും. ഭൂമിയിൽ ഉൽപ്പാദനം കുറയും. മനുഷ്യന്റെ ശരാശരി ആയുസ് കുറയും. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണത്തിന്റെ ഫലം പ്രകൃതി തന്നെ തിരിച്ചു നൽകുന്ന കാലമാണിത്. ആഹാരത്തിൽ പോലും വിഷം കലരും. ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെയാകും. മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ കാരണം ആയുസ് കുറയും. ആരോഗ്യത്തെക്കാൾ പ്രാധാന്യം വേഗതയ്ക്ക് നൽകും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും രോഗങ്ങളും എല്ലാം ഈ പ്രവചനം എത്രത്തോളം സത്യമാണെന്ന് തെളിയിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയെ ശ്രദ്ധിക്കണം എന്ന ശക്തമായ സന്ദേശമാണിത്. 5. ധർമ്മം അവസാനിക്കും. അഞ്ചാമത്തെയും ഏറ്റവും ഭീകരവുമായ പ്രവചനം.
ധർമ്മം ഒരു കാൽ മാത്രമാകും. കൃഷ്ണൻ പറഞ്ഞു. സത്യയുഗത്തിൽ ധർമ്മം 4 കാലുകളിലാണെങ്കിൽ കലിയുഗത്തിൽ അത് ഒരു കാലിൽ മാത്രം നിൽക്കും. ധർമ്മം ക്ഷയിച്ചു തുടങ്ങും. ജനങ്ങൾ മോഷണം, മദ്യപാനം, അക്രമം എന്നിവയെ സാധാരണ കാര്യങ്ങളായി കണക്കാക്കും. ധർമ്മം ക്ഷയിക്കുമ്പോൾ ആളുകൾ നിയമങ്ങളെ അനുസരിക്കാതാകും. മോശം കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആരും ചോദ്യം ചെയ്യില്ല. സത്യയുഗം മുതലുള്ള ധർമ്മത്തിന്റെ 4 കാലുകൾ തപസ്, ദയ, സത്യം, ശുചിത്വം എന്നിവയായിരുന്നു. കലിയുഗത്തിൽ ഇതിൽ പലതും നഷ്ടപ്പെടും. ധർമ്മം ദുർബലമാകുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ശക്തി. നിങ്ങളുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. പ്രിയഭക്തരെ, ഈ പ്രവചനങ്ങൾ കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. കൃഷ്ണൻ ഈ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും നൽകിയിരുന്നു. കലിയുഗത്തിൽ ഭഗവാൻ നൽകിയ ഏറ്റവും വലിയ ഉപദേശം ഇതാണ്: മറ്റെല്ലാ ആചാരങ്ങളെക്കാളും മറ്റ് എല്ലാ കർമ്മങ്ങളെക്കാളും വലുതാണ് ദൈവനാമം ജപിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ നീതി പുലർത്തുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലിയിൽ സത്യസന്ധത കാണിക്കുക. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ധൈര്യമായി ചെയ്യുക. ഒപ്പം ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ചാൽ ഈ കലിയുഗം എത്ര ദുരിതമാണെങ്കിലും ആ ശക്തി നിങ്ങളെ താങ്ങി നിർത്തും. ഈ പ്രവചനങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പാണ്. ലോകം മാറട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സ് ഈശ്വരനിൽ ഉറച്ചു നിൽക്കണം. ഈ കലിയുഗത്തിൽ വീണുപോകാതെ നിലനിൽക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസം നൽകിയെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. ഹരേ കൃഷ്ണ.